അന്നത്തെ പാണേക്കാട്ട് പൂക്കോയത്തങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി അഭിപ്രായത്തോടു കൂടി അമ്മ എൻ്റെ ഗ്രാമത്തിൽ പോത്തനൂർ എന്ന ഗ്രാമത്തിൽ ആദ്യമായി ഒരു പള്ളി ഉണ്ടാക്കുകയാണ്. ഒരു മുസ്ലിം പള്ളി നിർമ്മിക്കും. മുസ്ലിം പള്ളി ഉണ്ടാക്കുന്നു. ഇപ്പോഴും ഞാൻ പോകുമ്പോൾ നാളെ തോന്നുന്നു അവിടെ മറ്റൊരു മുസ്ലിം വീട്ടിൽ കല്യാണമുണ്ട്. പോകുമ്പോൾ ഞാൻ അവിടേക്ക് കാറ് കൊണ്ടുപോകും, പള്ളിയുടെ അവിടെ നിർത്തും, വീട്ടിൽ കാശിട്ട് തിരിച്ചു പോരും. ഇഞ്ചട്ടാ അത് ഇല്ല വേണ്ടെന്ന് പറയാൻ ആർക്കവിടെ അധികാരം? അത് കഴിഞ്ഞു ഒട്ടേറെ സ്ഥലങ്ങൾ ഈ പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ പെട്ട നെയ്തല്ലൂർ എന്ന പ്രദേശം പോത്തനൂരുമായി അടുപ്പം, തോട്ടിൻ്റെ അപ്പുറം ഇപ്പുറം അവിടെ രണ്ടാമത്തെ പള്ളി ഉണ്ടാക്കിയില്ല അമ്മ. നെയ്തല്ലൂർ പോത്തനൂർ പള്ളി പാണേക്കാട് ശിഹാബ് തങ്ങൾ മരിക്കുന്നതിൻ്റെ 2-3 കൊല്ലങ്ങൾക്ക് മുമ്പ് പുതുക്കി പണിതു. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം വിളിച്ചു തന്നെ, ഹരി നീ വരണം, ഞാനവിടെ വരുന്നുണ്ട്, നീ അവിടെ കുറച്ച് സംസാരിക്കണമോ? ശരി. അവിടെ ചെന്ന് ഞാൻ എന്നോട് പറഞ്ഞ് പള്ളിയിലൊക്കെ കയറി കണ്ടോളൂ, അമ്മ കൊടുത്ത സാധനങ്ങളൊക്കെ അടക്കി വെച്ചിട്ടുണ്ട്, ഒക്കെ കണ്ടോളൂ. എന്തായി പറയണേ? എന്താണ് തെറ്റ്? പെരുന്നാളായ മറ്റേ നോമ്പ് തുടങ്ങിയാൽ വൈകുന്നേരം നോമ്പ് തുറക്കണ്ടേ? അന്ന് കോഴി പോലെ കോഴി കച്ചവടമൊന്നുമില്ല എവിടെയും. അപ്പോൾ അന്നെന്താ കോഴിയെ വളർത്തല്ല ഓരോ വീട്ടിലും. നിങ്ങൾക്ക് അറിയണ്ടാവില്ല, കോഴിയെ വളർത്തല്ല. കോഴിക്കോട് കൈയിടരുതെന്ന് പറയും, പാമ്പുണ്ടാവും ചിലപ്പോൾ പറഞ്ഞിട്ട്. ഒക്കെ ഇപ്പോഴത്തെ ഓർമ്മകളാ. ആ കോഴിക്കോട്ടിൽ കോഴി ഉണ്ടാവും. ആ കോഴിയെ പിടിച്ച് അയ്മൂൻ്റെ വീട്ടിൽ നിന്നായാലും ശരി, കുഞ്ഞുവരക്കാരുടെ വീട്ടിൽ നിന്നായാലും ശരി, മൊയ്തൂൻ്റെ വീട്ടിൽ നിന്നായാലും ശരി, ഒക്കെ മുറിച്ച് വൈകുന്നേരത്തിന് ഒക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ടാവും. എന്ത് കോഴിയിറച്ചി പത്തിരി കൊണ്ടുപോകാൻ ആൾ വരും. അങ്ങനെ വളർന്നു ഞാൻ, അങ്ങനെ വളർന്നു അവരുടെ കൂടെ. അപ്പം ഇന്ന് നടക്കുന്ന ഈ വൃത്തികേടുകൾക്കെതിരായി എനിക്ക് കിട്ടുന്ന സ്റ്റേജുകളിലൊക്കെ പ്രതികരിക്കും ഞാൻ, ഒരു സംശയമില്ല. ചില ദിവസം ആഴ്ചയിൽ ഇങ്ങനെ ഒഴിവിടുകയാണ്, അതിൽ കിട്ടിയാന്ന് എല്ലാം വേണ്ടേ? കാരണം എന്താണ് മതം എന്നോ, എങ്ങനെ മതം ഉണ്ടായി എന്നോ, മുസ്ലിമായിട്ട് ആര് സ്വീകരിച്ചു എന്നോ, ക്രിസ്ത്യന്മായിട്ട് ആര് സ്വീകരിച്ചു എന്നോ ഇന്ന് ചരിത്ര പുസ്തകത്തിലുണ്ടോ ഇല്ലയോ എനിക്കറിഞ്ഞുകൂടാ.